മഴ തോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീനക്ക് ഫോൺ കിട്ടിയ സന്തോഷത്തിൽ അലീന ഏതായാലും നേരെ രേവതിക്കുട്ടിയെ വിളിക്കുകയാണ്. മാമച്ചൻ്റെ ഫോണിലേക്കായിരിക്കും വിളിക്കുന്നത്. അങ്ങനെ രേവതിക്കുട്ടി ഫോൺ എടുക്കുന്ന സമയത്തിന് അലീന ചോദിക്കുന്നത്, എങ്ങനെയുണ്ട് മോളെ അവിടെ, മോൾക്ക് അവിടെ സുഖമാണോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും രേവതിക്കുട്ടി പറയുന്നത്, ചേച്ചി എനിക്കിവിടെ സ്വർഗം പോലെയാണെന്നിങ്ങനെ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് അലീനക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. എന്നാൽ കൂടെ നിൽക്കുന്ന മാമച്ചനും ഗ്രേസി ആൻറ്റിക്കൊക്കെ ഇത് കേൾക്കുന്ന സമയത്തിന് ഭയങ്കര സന്തോഷമാവാണ്. അതിനുശേഷം രേവതിക്കുട്ടി അവിടെ അലീനയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അലീന ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന സങ്കടത്തും വിഷമത്തെ പറ്റിയിട്ടൊന്നും രേവതിക്കുട്ടിയോട് പറയുന്നില്ല. പിന്നീട് അങ്ങനെ ഫോണൊക്കെ കട്ടാക്കിയതിന് ശേഷം രേവതിക്കുട്ടി നേരെ പോയിട്ട് ഗ്രേസി ആൻറ്റിയെ കൊച്ചമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് ഗ്രേസി അമ്മക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ട്, അതെ നീ ഇനി എന്നെ കൊച്ചമ്മയെന്ന് വിളിച്ചു പോകരുത്, ഇനി മേലാൽ നീ എന്നെ വിളിക്കുകയാണെങ്കിൽ എന്നെ ആൻറ്റി എന്ന് വിളിച്ചാൽ മതി, അതുപോലെ തന്നെ മാമച്ചായനെ അങ്കിൾ എന്ന് വിളിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറയും. എന്നാൽ ഗ്രേസി ആൻറ്റിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ രേവതിക്കുട്ടി അവരെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ രേവതിക്കുട്ടിയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോകുന്ന ഒരു അടിപൊളി സീനാണ് കേട്ടോ കാണുന്നത്. പിന്നീട് കാണിക്കുന്നത് കമല ഏതായാലും വൈജയന്തിയെ വിളിച്ചുകൊണ്ട് തന്നെ അലീനെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ വൃത്തികേടുകളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും വൈജയന്തിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കുത്തി നിറക്കാൻ നോക്കുമായിരിക്കും. എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞു കൊടുക്കുന്ന സമയത്തിന് വൈജയന്തി പറയുന്നുണ്ട്, കമലെ നീ പറയുന്നത് പോലൊന്നുമില്ല, അലീന ഒരു നല്ല കുട്ടിയാണ്, അവൾ നല്ല അടക്കും ഒതുക്കും വൃത്തിയും വെടുപ്പുള്ള നല്ലൊരു മോളാണത്, അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ നല്ല രുചിയാണ്, അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അലീനെ പറ്റിയിട്ട് പുകഴ്ത്തി വാഴ്ത്തിക്കൊണ്ടായിരിക്കട്ടെ വൈജയന്തി പറയുന്നത്. അങ്ങനെ വൈജയന്തി കമലയോട് ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ഒഴിഞ്ഞു മാറി നിന്ന് അലീന കേൾക്കുന്നുണ്ടായിരുന്നു. അലീനക്ക് അത് കേൾക്കുന്ന സമയത്തിന് ഭയങ്കര സന്തോഷമായിരിക്കും. തൻ്റെ അമ്മയുടെ മനസ്സിൽ തനിക്ക് ഇത്രമാത്രം സ്ഥാനമുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അലീന ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചിന്നിക്കുട്ടിയായിരിക്കും. ഇത്ര ദിവസമായിട്ട് തന്നെ കാണാൻ വേണ്ടി രേവതി ചേച്ചിയും അലീന ചേച്ചിയും വന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ചിന്നിക്കുട്ടി ആകെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കും കേട്ടോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരെ കാണണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ചിന്നിക്കുട്ടി ഏതായാലും തൻ്റെ കയ്യിലുള്ള ആ ഒരു പാവയം എടുത്തിട്ട് ഓർഫനേജുകാരുടെയൊക്കെ കണ്ണും വെട്ടിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കും. അങ്ങനെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നതോടുകൂടി തന്നെ പെട്ടെന്ന് റോട്ടിലൂടെ ഒരു ലോറി ഇങ്ങനെ ചീറി പാഞ്ഞു വരുന്നുണ്ട്. അപ്പോഴേക്കും ചിന്നുകുട്ടി എന്നൊക്കെ വിളിച്ചു കൊടുത്തിട്ട് ചിന്നുകുട്ടിയുടെ കുറേ പുറകിലായിട്ട് ഒരു സിസ്റ്ററും ഓടി വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ചീറി പാഞ്ഞ് ആ ലോറി വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു ഡ്രൈവർക്ക് ബ്രേക്ക് പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ. ചിന്നുകുട്ടി അതിൻ്റെ അടിയിലേക്ക് പെട്ടു എന്നൊക്കെ ചിന്തിച്ചു കൊടുത്തിട്ട് ചിന്നുകുട്ടി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സിസ്റ്റർ ഭയങ്കര കരച്ചിലായിരിക്കും. പയ്യെ അവിടെ ചെന്ന് നോക്കുന്ന സമയത്തിന് ലോറിയുടെ അടിയിലൊന്നും ചിന്നുകുട്ടി പെട്ടിട്ടുണ്ടാവില്ല. സിസ്റ്റർ ഓടി വന്നിട്ട് ചിന്നുകുട്ടിയെ എടുത്തുകൊണ്ട് തന്നെ, മോളെ നീ എന്ത് പണിയെ കാണിച്ചത് എന്നൊക്കെ ചോദിച്ചു കൊണ്ടുതന്നെ കുട്ടിയെ പെട്ടെന്നങ്ങ് ഒക്കത്തെടുക്കും. എന്നാൽ ഇത്ര ദിവസമായിട്ട് അലീന ചേച്ചി രേവതി ചേച്ചിയും കാണാത്തത് കൊണ്ട് തന്നെ ചിന്നുകുട്ടി പെട്ടെന്ന് അവിടെ നിന്നും ഓടിയതായിരുന്നു. ചിന്നുകുട്ടി ഏതായാലും മാമച്ചൻ്റെയും ഗ്രേസിയാമ്മയുടെയും പേരക്കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങനെ രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് തന്നെ ചിന്നുകുട്ടി വരുന്ന ഒരു അടിപൊളി കിടിലൻ രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.